2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. എന്നാലും ഇപ്പോഴും പലർക്കും ഒരു സംശയമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നുള്ളത്. 90% നടക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ 10% ചാൻസ് ഉണ്ട്. 10% ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ നമ്പറൊന്നുമല്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നതിന് മുമ്പ് എപ്പോഴാണ് നടക്കുക എന്നുള്ളത് ഞാൻ തന്നെ പറയാം. ഈ വർഷം, അതായത് 2024 ഒക്ടോബറിലോ അല്ലെങ്കിൽ 2025 നവംബറിലോ ആണ് അങ്ങനെ ഒരു സാധ്യതയുള്ളത്. വളരെ വിരളമായ ഒരു സാധ്യതയാണ്, എന്നാലും അതൊരു സാധ്യത തന്നെയാണ്. ഇനി നമുക്ക് കാര്യത്തിന് അടുക്കാം. ആദ്യം തന്നെ ഇപ്പോൾ നിലവിലുള്ള അംഗബലം നമുക്ക് നോക്കാം. അതായത് പാർലമെന്റിൽ NDA, അതായത് മോദി നയിക്കുന്ന മുന്നണിക്കുള്ളത് 293 സീറ്റാണ് ഇലക്ഷൻ കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് ഇന്ത്യ മുന്നണിക്കുള്ളത് 234 സീറ്റാണ്. ബാക്കി 16 സ്വതന്ത്രമാണുള്ളത്. സ്വതന്ത്രവും ചെറിയ പാർട്ടിയും ചേർന്ന് 16 സീറ്റുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ 16 പേരിൽ 7 സ്വതന്ത്രമാണുള്ളത്, ബാക്കിയൊക്കെ ചെറിയ പാർട്ടികളാണുള്ളത്. ഈ 7 സ്വതന്ത്രരിൽ 3 പേര് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ബീഹാറിൽ നിന്നുള്ള RJD വിമതനായിട്ടുള്ള പപ്പു യാദവ്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ കോൺഗ്രസിന്റെ വിമതനായിട്ടുള്ള വിശാൽ പാട്ടീൽ, അതുപോലെ ലഡാക്കിലെ MP ആയിട്ടുള്ള മുഹമ്മദ് ഹനീഫ, ഇവർ 3 പേരും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശാൽ പാട്ടീൽ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് നിലവിലുള്ളത് 99 സീറ്റാണ്. ഇന്ത്യ മുന്നണിക്ക് 234 ആയിരുന്നു. ഈ 99 എന്നുള്ളത് ഇപ്പോൾ ഏകദേശം 102 ആയിട്ടുണ്ട്. അതായത് 234 എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഇപ്പോൾ 237 എത്തിയിട്ടുണ്ട്. അപ്പോഴും ബാക്കി ഇനി ഒരു 4 ഇൻഡിപെൻഡൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 16 പേര് സ്വതന്ത്രം ഉണ്ടായാൽ ഇപ്പോൾ 13 ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിലത്തെ കക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ NDAക്ക് 293, ഇന്ത്യ മുന്നണിക്ക് 237, 272 ലോക്സഭയിൽ ഭൂരിപക്ഷം വേണ്ടത്. ഈ വർഷം 2024 മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയുടെ ഒപ്പം തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. എന്നാൽ ഹരിയാന തെരഞ്ഞെടുപ്പ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് അല്ല, കാരണം കേന്ദ്രത്തിൽ അത് വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ മഹാരാഷ്ട്രയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ BJP തന്നെയാണ്. കാരണം വോട്ട് ഷെയർ അവർക്കാണ് കൂടുതൽ. രണ്ടാമതായി നിൽക്കുന്നത് ശിവസേന ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അത് 2 ആയിട്ട് പിളർന്നിട്ടുണ്ട്. അതുപോലെ 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്, 4-ാം സ്ഥാനത്താണ് NCP. എന്നാൽ ആ NCPയും ഇപ്പോൾ 2 ആയിട്ട് പിളർന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ BJPക്ക് കിട്ടുന്ന വോട്ട് ഏകദേശം അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ശിവസേനയുടെ വോട്ട് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കോൺഗ്രസിന് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് NCPക്ക് കിട്ടുന്ന വോട്ട് അങ്ങനെ കാര്യമായിട്ട് സ്പ്ലിറ്റിംഗ് ഒന്നും വന്നിട്ടില്ല. 2 പക്ഷമായി മുറിഞ്ഞു പോയെങ്കിലും മിക്കവാറും വോട്ട് കിട്ടിയിരിക്കുന്നത് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP-SP അല്ലെങ്കിൽ ശരത് പവാർ വിഭാഗത്തിനാണ് കിട്ടിയിട്ടുള്ളത്. സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. അതായത് BJPക്ക് കിട്ടിയുള്ളത് 9 സീറ്റുകളാണ്. 26% വോട്ടുണ്ടെങ്കിലും മൊത്തം സഖ്യത്തിന് ചേരുമ്പോൾ അവർക്ക് കിട്ടിയുള്ളത് 9 സീറ്റാണ്. ശിവസേനയ്ക്കാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 2 ശിവസേനയും ശക്തമാണ്. ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്ക് 9 സീറ്റ് കിട്ടിയപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് കിട്ടിയുള്ളത് 7 സീറ്റാണ്. അതായത് 2ആയിട്ട് വിഘടിച്ചു പോയപ്പോഴും 2 വിഭാഗത്തിനും ശക്തിയുണ്ട് അവിടെ. എന്നാൽ അതുപോലെ തന്നെ കോൺഗ്രസിന് കിട്ടിയുള്ളത് 13 സീറ്റാണ്. NCPയുടെ കാര്യം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ NCP ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയുള്ളത് 8 സീറ്റും NCP, അതായത് NDA മുന്നണിയോടൊപ്പം നിൽക്കുന്ന NCPക്ക് കിട്ടിയുള്ളത് വെറും 1 സീറ്റാണ്. അതും BJP സഹായിച്ചുകൊണ്ട് കിട്ടിയത് മാത്രമാണ്. അതായത് NDAയിൽ നിൽക്കുന്ന NCPക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഇനിയാണ് ഈ പറയുന്ന 2024 ഇലക്ഷൻ വരുന്നത്, അതായത് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതായത് ഷിൻഡെ തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി, ഏക്നാഥ് ഷിൻഡെ. എന്നാൽ ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യമാണെങ്കിൽ മിക്കവാറും അവിടുത്തെ ഇന്ത്യ മുന്നണി, അതായത് അവിടെ ഇന്ത്യ മുന്നണി അറിയപ്പെടുന്നത് മഹാവികാസ് അഘാടി എന്നാണ്. അതുപോലെ തന്നെ NDA സഖ്യം അറിയപ്പെടുന്നത് മഹായുതി എന്നാണ്. അവിടെയുള്ള ഈ മഹാവികാസ് അഘാടി സഖ്യത്തിനാണ് ഇന്നത്തെ നിലവിൽ ഈ പറഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ സാധ്യത. അങ്ങനെ ഇലക്ഷൻ മഹാവികാസ് അഘാടി സഖ്യം ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ഉദ്ധവ് ശിവസേന വിഭാഗത്തിന്റെ ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ശിവസേനയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഷിൻഡേക്ക് പിന്നെ മുഖ്യമന്ത്രി പദവിയില്ല, പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനുമില്ല. അവർക്കാണെങ്കിൽ കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരണം കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ശിവസേനയും കൂടി ഒരുമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ BJPക്ക് നഷ്ടമാകാൻ പോകുന്നത് 7 ശിവസേനയുടെ MP-മാരെയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നിലവിലുണ്ടായിരുന്ന 237 ഒരു 7 സീറ്റും കൂടി കൂടും. അതിനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ 237 എന്നുള്ളത് 244 കയറും. അപ്പോൾ 244 സീറ്റായി. ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും NCPയുടെ ആ ഒരു വിഭാഗം കൂടി തിരിച്ചു പോകും. കാരണം NCPക്ക് അല്ലെങ്കിലേ ഗുണമില്ല. അപ്പോൾ NCPയുടെ ഒരു MP ഉണ്ട് ഇപ്പോൾ നിലവിൽ. ആ ഒരു MP കൂടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവും. അപ്പോൾ 245 എണ്ണം കയറും. ഇത്രയും നടന്നു കഴിഞ്ഞാൽ 245 പേരെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ BJPയിൽ തന്നെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. ഇവർക്ക് BJPയോട് വലിയ താല്പര്യം ഉണ്ടായതുകൊണ്ട് ചേർന്നൊന്നുമല്ല.
പല കാരണങ്ങൾ കൊണ്ട് ചേർന്നിട്ടുണ്ട്. അതിലൊരു കക്ഷി എന്ന് പറയുന്നത് RLD ആണ്, രാഷ്ട്രീയ ലോക്ദൾ. ഇവർക്ക് 2 സീറ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ 2 സീറ്റും കൂടി വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പണിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയായിട്ട് കൂടുതൽ ഐഡിയോളജിക്കൽ വ്യത്യാസമില്ലാത്തൊരു പാർട്ടിയാണ് ഈ RLD എന്ന് പറയുന്നത്. അവർ വേണമെങ്കിലും തിരിച്ചു വരാം. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കണക്കനുസരിച്ച് 247 സീറ്റിലേക്ക് ഇത് വരും. ഇനി നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു 13 പേരോളം ഇനി ബാക്കിയുണ്ടെന്നുള്ളത്. അതായത് 3 പേര് ആദ്യമേ കോൺഗ്രസ് ചേർന്നു, ബാക്കി ഇനി 13 പേരോളം ബാക്കി സ്വതന്ത്രരുണ്ടെന്ന് പറഞ്ഞു. സ്വതന്ത്രം ചെറിയ പാർട്ടികളും പറഞ്ഞു. ഇതിലെ എല്ലാ പാർട്ടികളും BJPക്ക് എതിരെ നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. ഒരു പാർട്ടി മാത്രമാണ് BJPക്ക് എതിരെ അല്ലാത്തത്. അത് പറയുന്നത് YSR കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ ഇന്ന് നിലവിൽ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് TDP ആയതുകൊണ്ട് തന്നെ YSRCPക്ക് കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കുന്നതിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവരടങ്ങുന്ന ആ 13 സ്വതന്ത്രർ, അതായത് പാർട്ടികളും ചെറിയ പാർട്ടികളും ഈ സ്വതന്ത്രം അടക്കം ബാക്കി നിൽക്കുന്ന 13 പേര് കൂടിയും ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് 247 + 13, അതായത് ഇവരുടെ സീറ്റ് എന്ന് പറയുന്നത് 260 എത്തും. ഇനി വേണ്ടത് വെറും 12 സീറ്റാണ്. ഇത്രയും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇങ്ങനൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായും 12 സീറ്റുള്ള JDUവിനെ ചാടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഒരിക്കലും TDP ചാടില്ല ഇന്നത്തെ അവസ്ഥയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ TDPക്ക് കേന്ദ്രത്തിൽ ഭരണം കിട്ടുന്നത് വലിയ കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം സർക്കാർ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകുക എന്നുള്ളതാണ് വലിയ കാര്യം. അതും പോരാനത് ഇന്ന് ആന്ധ്രാപ്രദേശിന്റെ BJP ഹെഡായിട്ടുള്ളത് ദഗ്ഗുബാട്ടി പുരന്ദേശ്വരിയാണ്. അതായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള TDPയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ അടുത്ത റിലേറ്റീവാണ് BJPയുടെ ഹെഡായിട്ടുള്ള ദഗ്ഗുബാട്ടി പുരന്ദേശ്വരി. അതുമാത്രമല്ല, പവൻ കല്യാൺ എന്ന് പറയുന്നത് ഈ സഖ്യത്തിന്റെ ഇടയിൽ വലിയൊരു കാര്യമാണ്. പവൻ കല്യാൺ എന്ന് പറയുന്നത് ഒരു മോദി ഫാനാണെന്ന് തന്നെ പറയാം. അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ TDP പോവാന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ 260 സീറ്റ് ആയ സ്ഥിതിക്ക് 12 സീറ്റുള്ള JDUവിനെ ചാടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാം. ഇനി അവിടെ മാത്രമല്ല, ഇങ്ങനെ സർക്കാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പാർട്ടികളും കൂടിയുണ്ട് നോർത്ത് ഈസ്റ്റിൽ. അവരെ സംബന്ധിച്ചോളം കേന്ദ്രത്തിൽ ആരാണ് സർക്കാർ ഉണ്ടാക്കുന്നത് അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ആ 2-3 പാർട്ടികളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 275 ഇന്ത്യ മുന്നണിക്ക് എത്താം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കണം. ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടും നിതീഷ് കുമാറിന്റെ 12 പേര് പോയില്ലെങ്കിൽ 2025 നവംബറിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോഴും നിതീഷ് കുമാറിന് ഒരു ചാഞ്ചാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും 2024 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാൽ മാത്രമാണ് 2024 2025 ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇത് എത്രത്തോളം നടക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവും. എങ്കിൽ പോലും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.